പ്രിയപ്പെട്ട KSRTCയിലെ തൊഴിലാളി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, യൂണിയൻ ഇല്ലാതെ നിൽക്കുന്ന യൂണിയൻ പ്രതിനിധികളെ, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുന്ന യൂണിയൻ പ്രതിനിധികളെ, എന്നെ അറിയുന്ന നല്ല നാട്ടുകാരെ, ഞാൻ ഇന്ന് ഒരു കാര്യം പറയാൻ പോകുന്നത് എനിക്ക് വളരെ സന്തോഷവും KSRTCയിലെ മാനേജ്മെൻറ്റിൽ ചിലർക്ക് MD-ക്കൊന്നുമല്ല, MD മന്ത്രിയൊന്നുമല്ല, കാര്യം അവരിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവർക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നെ ഏകദേശം കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം 23-ാം തീയതി ഒരു കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ മാളയിലേക്ക് അടിക്കുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇന്നലെ അതിന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. കേസ് തീർപ്പ് കൽപ്പിച്ചു. അതിൻ്റെ കാരണം KSRTCയുടെ ഈ കണ്ടെത്തലുകൾ ശരിയല്ല. കാരണം എൻ്റെ ഭാഗത്താണ് 100% ന്യായമെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇനി ബോധ്യപ്പെടാനുള്ളത് ഇതിൽ ആരാണോ കുറ്റം ചെയ്തത് അവർക്ക് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. കാര്യം അവർക്കത് പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആയിരുന്നു. KSRTCയുടെ 8 വക്കീലന്മാർ എനിക്കെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരായി. എൻ്റെ വക്കീലിനെ ആവശ്യം പോലെ പ്രലോഭനങ്ങൾ, നിങ്ങൾക്ക് എന്ത് കേസ്, എത്ര കേസ് വേണമെങ്കിലും തരാം, ഈ കേസിൽ നിന്ന് പിന്മാറിയാൽ മതി, നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങളത് പറഞ്ഞാൽ മതി, ഇവൻ്റെ കേസ് എടുക്കാൻ പാടില്ല. കാര്യം ഞാൻ പെണ്ണുപിടിക്കാരനാണ്, വെള്ളമടിക്കാരനാണ്, സിനിമാക്കാരനാണ്, ഞാനാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യൻ, അതിൻ്റെ ഹോൾസെയിൽ ഏജൻറ്റ് ഞാനാണ് എന്ന രീതിയിൽ KSRTCയുടെ വക്കീലന്മാരും ബാക്കിയുള്ള ആളുകളും കോടതിയിൽ പറഞ്ഞു വരുത്തുകയും എല്ലാം ചെയ്തു. സന്തോഷ വാർത്ത എന്തെന്നാൽ എന്നെ ഇത്രയും നാളെ പുറത്താക്കിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആനുകൂല്യങ്ങൾ മുഴുവനും എനിക്ക് തരികയും ഇൻക്രിമെൻറ്റിനോ സർവീസ് ബുക്കിനോ യാതൊരു ഭംഗവും കേടുപാടുകളും വരുത്താനോ പാടില്ല. ഈ കേസുകൾ നിലനിൽക്കുന്നതല്ല. മാളയിൽ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ചടയമംഗലം ഡിപ്പോയിലേക്ക് പോകാൻ റിക്വസ്റ്റ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. ഇതിനോടനുബന്ധിച്ച് ഒരു സംഭവം ഉണ്ടായി. കാരണം KSRTCയിൽ നിന്നും വിരമിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ PA ആയി നിൽക്കുന്ന ഒരു മഹാനുണ്ട്. ആ മഹാനെതിരെ ഒരു വോയിസ് ഞാൻ ഇട്ടിരുന്നു. ആ വോയിസ് ഇന്നും സത്യമാണ്. ഒരിക്കൽ അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടു ചോദിച്ചു, വോയിസ് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, വോയിസ് ഇട്ടത് ഞാനാണ്, തെറ്റുണ്ടെങ്കിൽ താങ്കൾ എൻ്റെ മേലധികാരിയാണ്, നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് പിരിഞ്ഞു പോയതിന് ശേഷം ഇദ്ദേഹം മന്ത്രിയുടെ PA ആയതിനു ശേഷം ചടയമംഗലം ഡിപ്പോയിൽ വരികയും ദിലീപ് ഖാൻ ചടയമംഗലത്ത് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ എന്നന്വേഷിച്ചിട്ട് പോവുകയും അതിനുശേഷം വ്യാജമായ ഒരു പരാതി, നിലവിൽ പരാതിക്കാരനല്ല കേട്ടോ, വ്യാജമായ ഒരു പരാതി മുൻനിർത്തിക്കൊണ്ട് എന്നെ ശ്രീമാൻ ഷാജിയുടെ നേതൃത്വത്തിൽ, കാരണം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയും പ്രവർത്തകരൊക്കെയാണ്, ഇദ്ദേഹത്തിൻ്റെ കോക്കസ് KSRTCയിൽ ഒരു 3-4 ആളുകളുണ്ട്, അവരാണ് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിഷയം അറിയുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, താങ്കൾ അറിയണം, താങ്കളുടെ കൂടെ ഇരുന്നിട്ട് ഇദ്ദേഹം KSRTCക്ക് എതിരെയാണ് പ്രവർത്തിക്കുന്നത്, KSRTCയുടെ നല്ലതിന് വേണ്ടിയല്ല. ഒരു കാര്യം പറയാം, ഒരു ദിവസം താങ്കൾ ഒരു മെസ്സേജ് ഇടൂ, ഇദ്ദേഹത്തിനെ PA സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയൂ. പറഞ്ഞതിന് ശേഷം KSRTCയുടെ ഗ്രൂപ്പുകളിൽ വരുന്ന മെസ്സേജുകൾ മാത്രം അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. ഇദ്ദേഹം എത്രമാത്രം മഹാനായിരുന്നെന്ന് അന്ന് താങ്കൾക്ക് മനസ്സിലാവും. നിലവിലൊരു പക്ഷേ താങ്കൾക്ക് മനസ്സിലാവില്ല. കാരണം ഇദ്ദേഹം ഈ സ്ഥാനത്ത് എത്തിപ്പെടാൻ വേണ്ടി ഉപയോഗിച്ച KSRTC ജീവനക്കാരെ എനിക്കറിയാം, താങ്കൾക്കും അറിയാം. കോട്ടവട്ടത്തുള്ള ബാബു സാറിനറിയാമല്ലോ, കേരള കോൺഗ്രസിൻ്റെ ഒരു നല്ല പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ചാരി നിന്നുകൊണ്ടാണ് വെട്ടിക്കവല അമ്പലത്തിൽ വെച്ച് ഇദ്ദേഹം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് അകത്ത് കയറ്റണം ബാബു എന്ന് പറഞ്ഞ്, ഇന്ന് ബാബുവിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, ബാബുവിനെ വെറുപ്പാണ്. ഇനി മറ്റൊരാൾ നിലവിലൊരു കൂട്ടുകാരനുണ്ട്, സാറിനറിയാം, സാറിൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, അയാളുടെ അവസ്ഥ എന്താണെന്ന് സാറിനറിയാം. ഇനി അടുത്തത് അജിത് കുമാർ, എഴുകോൺ സ്വദേശി, കേരള കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം KSRTCയിലെ കണ്ടക്ടറായി പെൻഷനായി.
സാർ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചു നോക്കണം സാർ. സാറിൻ്റെ കൂടെ ഇരിക്കുന്ന ആള് എന്തുമാത്രം ദുഷ്ടമായ മനസ്സും എന്തുമാത്രം നീച പ്രവർത്തികളും ചെയ്തിട്ടുണ്ടെന്ന് ഫുൾ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞു പൊതു താലൂക്കാരുടെ ഹർജിക്ക് വക്കീലിനെ തരാൻ നിലവിലെ ഗവൺമെൻറ് അനുവാദമില്ലാത്തത് കൊണ്ട് മാത്രമാണ് സാർ കേസ് പെൻഡിങ് നിൽക്കുന്നത്. സാർ അദ്ദേഹത്തിനെ അജിത് സാറിനെ ഒന്ന് കാണണം. കണ്ടിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കണം ശരിയാണോ തെറ്റാണോ പറഞ്ഞതെന്ന്. കാരണം നിലവിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ സാറേ, ഈ അജിത് കുമാർ സാറ് കൂടെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ വോട്ടെങ്കിലും കിട്ടും സാർ. പക്ഷേ ഈ ആളിനെ കൂടെ നിർത്തിയാൽ ഉള്ള വോട്ട് പോലും സാറിന് കിട്ടില്ല സാർ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് വലുത്. ജീവനക്കാരനെ കുരുതി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്കെതിരെ ഒരുത്തൻ വാളൊങ്ങിയാൽ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പരിപാടിയാണ് സാറിൻ്റെ കൂട്ടം നിൽക്കുന്നത്. പക്ഷേ ഇത് സാർ അറിയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ജീവനക്കാർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. കാരണം ഞാൻ താങ്കളെ നേരിട്ട് ഒരു പ്രാവശ്യം കണ്ടതാണ്. കണ്ടപ്പോൾ താങ്കളോട് ഞാനൊരു പരാതി കൊണ്ട് തന്നപ്പോൾ കേരള മോട്ടോർ വാഹന വകുപ്പിന് എതിരെ ഒരു പരാതി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആ പരാതി താങ്കളുടെ നല്ല മനസ്സുകൊണ്ട് വാങ്ങി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും ഇദ്ദേഹത്തിനെ കാണാനായി ഞാൻ അടുത്ത ദിവസം താങ്കളുടെ ഓഫീസിൽ വന്നപ്പോൾ അജിത് സാറിനെ അവിടെ വെച്ച് അജിത് സാറല്ല, പേര് മറന്നുപോയി, വൈക്കലത്തെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ദിലീപ് എന്തിയെ താങ്കൾ കൊടുത്ത പരാതി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അത് KSRTCയുടെ MDയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മോട്ടോർ വെഹിക്കിളിനെതിരെ കൊടുത്ത പരാതി KSRTCയുടെ MD അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും സാർ? ഇതാണ് സാർ താങ്കളുടെ കൂടെ നിൽക്കുന്ന ആളുടെ അവസ്ഥ. താങ്കളുടെ എൻ്റെ പരാതി ജനുവിനാണെന്ന് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് താങ്കൾ പരാതി സ്വീകരിച്ചത്. താങ്കളുടെ നല്ല മനസ്സുകൊണ്ട് KSRTCക്കാരനായ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വാങ്ങിക്കൊടുത്തു. പക്ഷേ ആ പരാതി എവിടെ എത്തി? പരാതി എങ്ങും എത്തിയില്ല. ഞാൻ ബഹുമാനപ്പെട്ട കോടതി സമീപിച്ചപ്പോൾ എനിക്ക് ഇത്രയും നാളത്തെ ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ ജോലി ചെയ്യാതെ എനിക്ക് തരാൻ പറഞ്ഞിരിക്കുന്നു. കാരണം എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. കേടായ വണ്ടി ഓടിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്ത പരാതി. താങ്കൾ 100 ആവർത്തി പറഞ്ഞിട്ടുണ്ട് കേടുള്ള ഒരു വണ്ടി നിങ്ങൾ കൊണ്ടുപോകരുത്, റോഡിൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കരുത്. സ്പീഡ് കൗണ്ടറില്ലാത്ത വണ്ടി കൊണ്ടുപോയില്ല സാർ. ഇരിക്കുന്ന സീറ്റ് 4.5 മണിക്കൂർ ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ ഇരിപ്പിടം താഴ്ന്നു പോയിട്ട് എനിക്ക് സയാറ്റിക്ക എന്ന അസുഖം വന്നു സാർ. ഇതാണ് സാർ കാരണം. താങ്കളോട് ഞാൻ നേരിട്ടത് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാവില്ല. കാര്യം തീർച്ചയായിട്ടും താങ്കൾ അതിനു വേണ്ടി KSRTC ചടയമംഗലം ഡിപ്പോയിൽ വിളിച്ചു പറഞ്ഞതിനുള്ള ഏർപ്പാട് താങ്കൾ ചെയ്യുമായിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് അധികാരികൾ ചെയ്യാനുള്ളവർ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ കേസിന് പോവുകയും ഇന്ന് KSRTCയിലെ ദുഷ്ട മനസ്സുകൾക്ക് ചെകിട്ടത്ത് അടി കൊടുക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്രയും മനോഹരമായ ഒരു വിധി KSRTCയുടെ ജീവനക്കാരെ ചരിത്രത്തിൽ കിട്ടിയിട്ടില്ലെന്നാണ് ഗ്രൂപ്പിലെയും അല്ലെങ്കിൽ വക്കീലന്മാരുടെയും ഇടയിലെ അഭിപ്രായം. കാരണം ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ, ഒരു സാധാരണ ഡ്രൈവർ എന്ന നിലയിൽ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരു അഞ്ചലുകാരൻ എന്ന നിലയിൽ ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ സാർ. തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന സ്വതന്ത്ര സംഘടനയുടെ ഒരു മെമ്പറാണ്. സ്വതന്ത്രമായി നിൽക്കുന്ന എല്ലാ ജീവനക്കാരും, ഒരു സംഘടനയിലും വിശ്വസിക്കാത്ത എല്ലാ ജീവനക്കാരും ഒന്ന് മനസ്സിലാക്കുക. കാരണം ഇവർ കൃത്യമായി നിങ്ങൾ നിയമത്തിൻ്റെ പാതയിൽ പോയി കഴിഞ്ഞാൽ നീതി എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്. ഇവർ അനീതിയാണ് നിങ്ങളോട് കാട്ടുന്നതെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ ഉറപ്പായിട്ടും ഇതുപോലെ 100 കണക്കിന് ദിലീപ് ഖാൻമാരുണ്ടാവുകയും 100 കണക്കിന് അനിൽമാർ അല്ലെങ്കിൽ 1000 അനിൽമാർ ഇല്ലാതാവുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതുപോലെ ആ ആപ്തവാക്യം ഉള്ളിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയത്. കാര്യം ഇതിനകത്ത് ഒരു പക്ഷേ എൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ട് പോലും ഞാൻ മനസമാധാനത്തോടെ നിന്ന് അത് തൻ്റെ ഇടത്തോടെ അത് മുന്നോട്ട് നടത്താൻ എന്നെ സഹായിച്ച എൻ്റെ വക്കീലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളും ശത്രുക്കളും അവർക്കെല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം.